ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് എൻ്റെ പ്രഗ്നൻസിയുടെ 5th മന്ത് സെറമണിയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ റെഡി ആവാൻ പോവുകയാണ്. അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം ഓൾറെഡി ഒരു 6 മണി കഴിഞ്ഞു. അപ്പം മോർണിംഗ് ആണ് ഫങ്ഷൻ. റെഡി ആവണം. സോ നമുക്ക് റെഡി ആവാം. അപ്പം എന്നെ ഇന്ന് റെഡിയാക്കുന്നത് വർഷയാണ്. ഹായ് വർഷ. വർഷ എൻ്റെ കോളേജ് മേറ്റാണ്. നമ്മൾ ഒരേ ബാച്ച് അല്ലായിരുന്നു, പക്ഷെ ഒരേ കോളേജിലായിരുന്നു. വേറെ ഇയർ ആയിരുന്നല്ലേ? വേറെ സീനിയറായിരുന്നു. എൻ്റെ സീനിയറായിരുന്നു കേട്ടോ കോളേജിൽ. ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എടാ എന്തോ പേര്? വെഡ് ലുക്സ് എന്നാണ് പേര്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വർഷയുടെ ഇത് കൊടുത്തേക്കാം, ഇൻസ്റ്റഗ്രാം ID ഒക്കെ കൊടുത്തേക്കാം, ഷെയർ ചെയ്യാം. അപ്പോൾ വർഷയാണ് ഇന്ന് എന്നെ എൻ്റെ മറ്റേ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർഷ അതാ എല്ലാം സെറ്റ് ചെയ്യുവാണ്. ഞാൻ എന്തോ ഭാഗ്യത്തിന് വർഷ വിളിച്ചപ്പോഴാണ് ഞാൻ എണീറ്റ് പെട്ടെന്ന് ഒരു കുളി പാസ്സാക്കി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഇന്നത്തെ ഫങ്ഷൻ എന്ന് വെച്ചാൽ 5th മന്ത് പ്രഗ്നൻസിയാണ്. അതിൻ്റെ ഒരു സെറമണിയാണ് സംഭവം. ഇവിടെ നിന്ന് 5 കൂട്ടം പലഹാരം എൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ ഗർഭിണിയാണെന്ന് എൻ്റെ അമ്മയോട് ചിരിക്കുന്നു. എൻ്റെ അമ്മയോട് ഇവിടുത്തെ അമ്മ പറയുന്ന അങ്ങനത്തെ ഒരു ചെറിയൊരു ഫങ്ഷനാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും മാത്രം ഉള്ളൊരു ചെറിയൊരു ഫങ്ഷനാണ് വീട്ടിൽ വെച്ച്. അപ്പം നോർമലി സെറ്റും മുണ്ടും അങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു ഫങ്ഷൻ എല്ലാം അങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല. കൂടുതലും ഈ ട്രിവാൻഡ്രം ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു ഫങ്ഷൻ കൂടുതലും നടക്കുന്നത്. 5ാം മാസ ചടങ്ങെന്ന് പറയും ഇതിൻ്റെ പച്ച മലയാളത്തിൽ പറഞ്ഞ്. അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ലുക്കാണ് കേട്ടോ. കുറേ നാളായി ഞാൻ ആക്ച്വലി പ്രഗ്നൻസി ഒരു ഇതിന് ശേഷം കുറേ നാളായി ഇങ്ങനെ ഒന്ന് മെനയായിട്ട് ഒരുങ്ങി നിന്നിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ലുക്കിൻ്റെ ഫുൾ ക്രെഡിറ്റ് വർഷയാണ്. ഞാൻ രാവിലെ നേരത്തെ കാണിച്ചു. അപ്പോൾ ഞാൻ ഉറക്കം എണീറ്റ് അങ്ങനെ ഒരു മൂഡിലായിരുന്നു. താങ്ക് യു സോ മച്ച് വർഷ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മേക്കപ്പ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലേ, ഒരുമിച്ച് ചെയ്യുന്നത്. വെഡ് ലുക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്ക്. വെഡ് ലുക്ക് സ്റ്റുഡിയോ എന്നാണ് കേട്ടോ വർഷയുടെ മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ പേര്. ഫ്രീലാൻസറാണ്. എല്ലാ വർക്കും ചെയ്യും. ഇപ്പം എനിക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം, ഇപ്പം നമ്മൾ നോർമലി ഒരു ഫങ്ഷൻ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബ്രൈഡൽ ലുക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് സർട്ടിലായിട്ട് കാണുമ്പം ബെസ്റ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ലുക്കാണ് വേണ്ടത്. അപ്പം അതേപോലെ ഉള്ളൊരു ലുക്കായിരുന്നു. സർട്ടിൽ ആൻഡ് വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് അയ്യോ നമ്മൾ ഭയങ്കരമായിട്ട് ഒരുങ്ങി നിൽക്കുന്നു അങ്ങനെ ഒരു ഫീൽ തരാത്തൊരു ലുക്കായിരുന്നു. അതേപോലെ സാരി ഞാനൊന്നും അറിഞ്ഞില്ല, ഇങ്ങനെ കുളിച്ചിട്ട് വന്നിരുന്നതേ ഉള്ളൂ. എല്ലാം വർഷം തന്നെ ചെയ്തു തന്നു. അപ്പം നിങ്ങൾക്കൊക്കെ ഇതേപോലെ മേക്ക് ഓവറൊക്കെ ചെയ്യുവാണെങ്കിൽ വെഡ് ലുക്ക് സ്റ്റുഡിയോ വർഷയെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം കൊടുത്തിരിക്കാം അല്ലേ, വിളിച്ചാൽ മതിയല്ലോ. നമ്പറും കൊടുത്തേക്കാം. അപ്പം ഇനി നമ്മൾ ബാക്കി ഇവിടുത്തെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. இந்த நிமிடம் நீயும் வளர்ந்து என்னை தாங்க ஏங்கினே அடுத்த கணமே குழந்தையாக என்றும் இருக்க வேண்டினே தோளில் ஆடும் சேலையே தொட்டில் தான் பாதி வேலையே பல 100 மொழிகளில் பேசும் முதல் மேதை நீ இசையாக பல பல ஓசை செய்திடும் ராவணன் ஈடில்லா என் மகன். என்னை தள்ளும் குழி கண்ணத்தில் என் ஸ்வர்க்கத்தை நான் கண்டேன். என்னை கிள்ளும் விரல் மெத்தைக்குள் என் மொத்தத்தை நான் தந்தேன் கண்டேன்.
தள்ளிப்போனால் தவிக்கிறேன் மீண்டும் உன்னை அள்ளி எடுத்து கருவில் வைக்க நினைக்கிறேன் போகும் பாதை நீளம் கூரையாய் நீளவானம் செவர் மீது கிறுக்கிடும் போது ரவிவர்மன் നാത്തൂന് അളിയാനും നാത്തൂൻ ഞങ്ങൾ തിരിച്ചു തരണോ? വായിക്കൊക്കെ സാധനം ഇതാണ് ഒരു അനുസരണം ഇല്ലാത്ത അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിലും അവർ പോയി സദ്യയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ നല്ല ടയേർഡായിപ്പോയി. അപ്പോൾ ബാക്കി എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഇന്നലെ ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് ആണ് കേട്ടോ. ഇന്ന് എനിക്ക് ചെക്കപ്പിന് പോകണം. അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.